നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ 100 മീറ്റർ റോഡ് നിർമ്മിച്ചതിന്റെ പിതൃത്വം അവകാശപ്പെട്ട് CPM-ഉം കോൺഗ്രസും ഫ്ലെക്സ് വെച്ച് മത്സരിക്കുന്നു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് VS പാർവതി, ഫാഷൻ ഷോ ജേതാവ് ആദിത്യ അഭിജിത്ത് എന്നിവരെ CMP ജനറൽ സെക്രട്ടറി CP ജോൺ ആദരിച്ചു. KFRAയിൽ നിന്നും വിരമിച്ച സീനിയർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ S. ശങ്കറിനെ CPI കാളത്തോട് ബ്രാഞ്ച് ആദരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിർമ്മാണം നടത്തിയ റോഡിന് അനുവദിച്ച ഫണ്ടിന്റെ പേരിൽ രാഷ്ട്രീയ പോര്. പരസ്പരം പഴിചാരി കോൺഗ്രസും CPM-ഉം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ വാർഡ് 5-ൽ ഉൾപ്പെട്ട പുത്തൻകാട് 83-ാം നമ്പർ അംഗൻവാടി റോഡിന്റെ പേരിലാണ് അവകാശികളുടെ പരസ്യ പഴിചാരൽ. വാർഡ് മെമ്പറായ മിനി റിജിയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ വിഹിതം ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയതെന്നും മിനി റിജിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചും 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ബോർഡ് സ്ഥാപിച്ചു. എന്നാൽ ഈ തുക ഉപയോഗിച്ചല്ല റോഡ് നിർമ്മാണം നടത്തിയതെന്നും അംഗൻവാടി വെൽഫെയർ കമ്മിറ്റിയും CPM പുത്തൻകാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഇടപെടലിനെ തുടർന്ന് പണം അനുവദിച്ച പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണനും ഭരണസമിതിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് CPM പുത്തൻകാട് ബ്രാഞ്ച് കമ്മിറ്റി മറ്റൊരു ബോർഡും സ്ഥാപിച്ചു. പൊതുജനങ്ങളെ മണ്ടന്മാരാക്കിയാണ് ജനപ്രതിനിധികളുടെ ഈ പരസ്യ പോർവിളി. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിടുന്ന പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നതിനും അത്യാവശ്യ ഘട്ടങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും വേണം ഒരു ജനപ്രതിനിധി. അങ്ങനെയാവണം ഏതൊരു ജനപ്രതിനിധിയും തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടത്. എന്നാൽ ചിരിക്കുന്ന മുഖവുമായി തുക അനുവദിച്ചു എന്നു പറഞ്ഞ് പരസ്യ ബോർഡുകളും സ്ഥാപിക്കുമ്പോൾ ഓരോ സാധാരണക്കാരനും ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വാങ്ങുമ്പോൾ നികുതി പണമായി സർക്കാരിലേക്ക് നൽകേണ്ടി വരുന്ന വിയർപ്പിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഓരോ നാണയത്തുട്ടുകളിൽ നിന്നും തന്നെയാണ് ഈ തുകയും നൽകുന്നതെന്ന കാര്യം ഓരോ ജനപ്രതിനിധിയും ഓർക്കണം. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച റോഡിന്റെ പേരിൽ 2 അവകാശികൾ വന്നതോടെ യഥാർത്ഥ അവകാശി ആരെന്നറിയാൻ ഏത് ടെസ്റ്റ് നടത്തണമെന്ന ആശങ്കയിലാണ് പൊതുജനങ്ങളും. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലാണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. മരോട്ടിച്ചാൽ സ്വദേശികളായ കള്ളിപ്പറമ്പിൽ ലോനപ്പൻ, പറമ്പുള്ളിത്തറയിൽ സോമൻ, വാക്കനാംപാടത്തിൽ പോൾസൺ എന്നീ കർഷകരുടെ വാഴ, ജാതി, അടയ്ക്കാമരം എന്നീ കൃഷികളാണ് ആന നശിപ്പിച്ചത്. ഈ പ്രദേശത്ത് നിരന്തരം ആന ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. ഇതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ തവണയും കർഷകർക്കുണ്ടാവുന്നത്. പലതവണ പരാതി പറഞ്ഞിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാവുന്നില്ലെന്നും കർഷകർ പറയുന്നു. ആന ഇറങ്ങാതിരിക്കാനായി സ്ഥാപിച്ച വൈദ്യുതി വേലിയുടെ പ്രവർത്തനം നിലച്ചതാണ് ഇത്തരത്തിൽ ആന ഇറങ്ങുന്നതിനും കൃഷി നശിപ്പിക്കുന്നതിനും കാരണമാവുന്നത്. നിരവധി നേന്ത്രവാഴകളാണ് ഒറ്റ രാത്രി കൊണ്ട് ആന ചവിട്ടിമെതിച്ചത്. സുബ്രൻ ചേട്ടനെ കൈത്താങ്ങായി INC നെല്ലങ്കര കൂട്ടായ്മ. മുൻകാലങ്ങളിൽ മരപ്പണിയിൽ വിസ്മയങ്ങൾ തീർത്ത സുബ്രൻ ചേട്ടനെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാലും ആരോരും തുണയില്ലാത്ത സാഹചര്യത്താലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെല്ലങ്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളും ഭക്ഷണ സൗകര്യങ്ങളും ആശുപത്രി ചികിത്സാ സഹായങ്ങളും തുടർ പരിചരണങ്ങളും ചെയ്തു കൊടുത്തു. സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തിമോത്തി വടക്കൻ നേതൃത്വം കൊടുത്തു. സഹപ്രവർത്തകരായ ജോയി, പ്രേമാസി, പ്രസാദ്, വർഗീസ് ഊക്കൻ, ജയൻ തുടങ്ങിയവർ പങ്കാളികളായി. പാലക്കാട് അട്ടപ്പാടി
ഇടവാണിയിൽ നിന്നും പരിക്കേറ്റ നിലയിൽ പുത്തൂരിലെത്തിച്ച കരടി ചത്തു. ഇടതുകാലിൽ പരിക്ക് പറ്റിയ കരടിയെ ചികിത്സയ്ക്കായാണ് പുത്തൂർ മൃഗശാലയിൽ എത്തിച്ചത്. RRD സംഘമാണ് പരിക്കേറ്റ കരടിയെ പിടികൂടി ചികിത്സയ്ക്കായി പുത്തൂരിലെത്തിച്ചത്. കരടിയുടെ കാലിൽ ആന ചവിട്ടിയാണ് പരിക്കേറ്റതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. മേലെ ഭൂതയാർ ഇടവാണി മേഖലയിൽ ഇറങ്ങിയ കരടിയെ വനംവകുപ്പ് കൂടുപയോഗിച്ച് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കരടിയുടെ കാലിൽ പരിക്ക് കണ്ടെത്തിയത്. എറവ് ആറാംകല്ലിലെ കൊലപാതകം, പ്രതി റിമാൻഡിലേക്ക്. പ്രതി മയക്കുമരുന്നിന് അടിമ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എറവ് ആറാംകല്ലിൽ അരിമ്പൂർ സ്വദേശിയായ പുളിക്കത്തറ വീട്ടിൽ മോഹനൻ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി റിമാൻഡിലേക്ക്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എറവ് ആറാംകല്ലിൽ ഇക്കഴിഞ്ഞ 22-ാം തീയതി ബൈക്കിൽ വന്നിരുന്ന ക്രിസ്റ്റിയും സുഹൃത്ത് അക്ഷിയും ബൈക്കിൽ വരുമ്പോൾ ആറാംകല്ല് യൂണിയൻ ഓഫീസിന് മുൻവശത്ത് വെച്ച് മരണപ്പെട്ട മോഹനൻ ബൈക്കിന്റെ മുന്നിൽ കയറി നിന്ന് കൈ കാണിച്ചതിലുള്ള വൈരാഗ്യത്താൽ ക്രിസ്റ്റി ബൈക്കിൽ നിന്നിറങ്ങി മോഹനനുമായി ഇക്കാര്യത്തെ ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് ക്രിസ്റ്റി മോഹനന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ബലമായി റോഡിലേക്ക് തള്ളിയിട്ടതിൽ വെച്ച് മോഹനന്റെ തല റോഡിലിടിച്ച് ഗുരുതരമായി പരിക്കുപറ്റി. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മോഹനൻ മരണപ്പെട്ടത്. ഇക്കാര്യത്തിന് അരിമ്പൂർ ആറാംകല്ല് സ്വദേശിയായ താണിക്കൽ ചാലിശ്ശേരി ക്രിസ്റ്റി എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രതി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി അറിവായിട്ടുള്ളതാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്തുന്നതിനായി നടത്തിയ ശ്രമകരമായ അന്വേഷണങ്ങൾക്കും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കുമൊടുവിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്റ്റിയെ അറസ്റ്റ് ചെയ്തത്. ക്രിസ്റ്റിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ സുബിത്, അഭിലാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണകുമാർ, ഡാൻസഫ് ടീമിലെ അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ ഷൈൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോണി തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് VS പാർവതിയെയും കോഴിക്കോട് നടന്ന ഫാഷൻ ഷോ മിസ്റ്റർ കേരളയിൽ 2ാം സ്ഥാനം നേടിയ ആദിത്യ അജിത്തിനെയും CMPയുടെയും DDFന്റെയും ആഭിമുഖ്യത്തിൽ നെട്ടിശ്ശേരിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വെച്ച് CMP ജനറൽ സെക്രട്ടറിയും മുൻ പ്ലാനിംഗ് ബോർഡ് അംഗവുമായ CP ജോൺ ആദരിച്ചു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ കഥകൾ എന്ന പുസ്തകവും 2 പേർക്കും സമ്മാനിച്ചു. ജോസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു. ഉല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. CMP നേതാക്കളായ PRN നമ്പീശൻ, വികാസ് ചക്രപാണി, മിനി, രമേശ്, ശശി നെട്ടിശ്ശേരി, ബിജു ചിറയത്ത് തുടങ്ങിയവരും കോൺഗ്രസ് നേതാക്കളായ ജെൻസൺ ജോസ് കാക്കശ്ശേരി, V ബാലഗോപാലൻ, H ഉദയകുമാർ, ചന്ദ്രൻ കൊച്ചാട്ടിൽ തുടങ്ങിയവരും പ്രസംഗിച്ചു. തുടർന്ന് പാവപ്പെട്ടവർക്ക് കരുതലും കൈത്താങ്ങുമായി അരിയും ഭക്ഷ്യസാധനങ്ങളും വിതരണം ചെയ്തു. കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചറിന്റെ കീഴിലുള്ള പൊയ്യ ഫാമിൽ ദിവസവേതനടിസ്ഥാനത്തിൽ തൊഴിലാളികളെ നിയമിക്കുന്നു. 7ാം ക്ലാസ് പൂർത്തിയായ 45 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. വീശുവല ഉപയോഗിച്ച് മത്സ്യബന്ധനം, നീന്തൽ, വഞ്ചി തുഴയൽ എന്നിവ അറിയുന്നവരായിരിക്കണം. പ്രായോഗിക പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. യോഗ്യരായവർ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ഫെബ്രുവരി 28 വൈകിട്ട് 4-ന് മുൻപ് ഓഫീസിൽ നേരിട്ട് നൽകേണ്ടതാണ്. ഫോൺ 807-803-0733 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് Mediplus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374. മൊബൈൽ 790227-2374.
സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പ്രശസ്തനായ സസ്യശാസ്ത്രജ്ഞനും കേരള വന ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വിരമിച്ച സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ എസ് ശങ്കറിനെ CPI കാളത്തോട് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ആദരിച്ചു. കാളത്തോട് വസതിയിൽ നടന്ന ചടങ്ങിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ പൊന്നാടയും ഉപഹാരവും നൽകിയാണ് ആദരിച്ചത്. പ്രഗത്ഭനായ സസ്യശാസ്ത്രജ്ഞൻ എന്നതിനോടൊപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത സ്ഥാപക നേതാക്കളായ S ശർമാജിയുടെ മകനും C ഉണ്ണിരാജയുടെ സഹോദരിപുത്രനുമാണ് ഡോക്ടർ എസ് ശങ്കർ എന്നും അദ്ദേഹത്തെ CPI ആദരിക്കുമ്പോൾ ത്യാഗഭരിതവും സമരതീഷ്ണവുമായ ഒരു കാലത്തെ CPI അഭിവാദ്യം ചെയ്യുകയാണെന്നും ആദരപ്രസംഗത്തിൽ EM സതീശൻ പറഞ്ഞു. പരിപാടിയിൽ പാർട്ടി ഒല്ലൂക്കര ലോക്കൽ സെക്രട്ടറി PS ബാബു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം കനകൻ, രഞ്ജിത്ത്, സ്വാതി രഞ്ജിത്ത് തുടങ്ങി നിരവധി പാർട്ടി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ബ്രാഞ്ച് സെക്രട്ടറി കബീർ സ്വാഗതവും മകൻ ഡോക്ടർ മണിശങ്കർ നന്ദിയും പറഞ്ഞു. അമല മെഡിക്കൽ കോളേജ് അക്കാദമി ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിൽ ദ്വിദിന സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമല ബ്രദർ സേവ്യർ മെമ്മോറിയൽ ഹാളിൽ നടക്കുന്ന സെമിനാറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 200ഓളം ലൈബ്രറിയന്മാരും അധ്യാപകരും ഗവേഷകരും പങ്കെടുക്കും. ചടങ്ങ് വെറ്ററിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ കണ്ണൻ CS വാര്യർ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ AT ഫ്രാൻസിസ്, ബൊർജിയോ ലൂയിസ്, ഡോക്ടർ PP ബിനീത, ജോസഫ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. പുനരധിവാസ പരിശീലനം. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും പുനരധിവാസ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി നടത്തുന്ന തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 10 മുൻപായി സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ 0487 23 84 037 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 2011 ഫെബ്രുവരി 23 തൃശൂർ കുളങ്ങാട്ടുകരയിൽ വൈദ്യുതി ലൈനിൽ കുടുങ്ങിയ KSEB ജീവനക്കാരനെ രക്ഷിക്കുന്നതിനിടെ മരണപ്പെട്ടുപോയ അഗ്നിശമന സേനാംഗം
പി വിനോദ് കുമാറിന്റെ അനുസ്മരണ പരിപാടി തൃശൂരിൽ സംഘടിപ്പിച്ചു. കേരള ഫയർ സർവീസ് അസോസിയേഷൻ പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെയും തൃശൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മേഖലാ പ്രസിഡന്റ് R രഞ്ജിഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിനെ മേഖലാ സെക്രട്ടറി N ഷാജി സ്വാഗതം ആശംസിച്ചു. സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായുള്ള അവശ്യ സാധനങ്ങളുടെ വിതരണം കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ചാക്കോള നിർവഹിച്ചു. തൃശൂർ സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി K ഗിരീഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് K പ്രകാശൻ, യൂണിറ്റ് കൺവീനർ K സജീഷ്, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് പുല്ലൂർ കടവിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുജലാശയത്തിൽ കാർപ്പുവിത്ത് നിക്ഷേപ പദ്ധതി പ്രകാരമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ജലമലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിങ്ങനെ പല കാരണങ്ങളാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് 2.25 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ പുല്ലൂർ കടവിൽ നിക്ഷേപിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീദേവി, ജനപ്രതിനിധികളായ ക്ലെമന്റ് ഫ്രാൻസിസ്, TG പ്രവീൺ, സജിത് NS, സുനീതി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. കടൽ മണൽ ഖനനത്തിനെതിരെ ഫെബ്രുവരി 27 നടത്തുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണൽ ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും ഹാർബർ തൊഴിലാളികളും തീരദേശ ഹർത്താലിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ CV സുരേന്ദ്രൻ മരക്കാർ, IK വിഷ്ണുദാസ്, KC സതീശൻ, PA രാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലർ ചെമ്പലങ്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഫെബ്രുവരി 23, 24, 25 തീയതികളിലാണ് പൂരമഹോത്സവം. ഞായറാഴ്ച വൈകിട്ട് ചെമ്പലങ്കാട് ശ്രീമൂലസ്ഥാനത്ത് നെയ്വിളക്ക് തെളിയിച്ച് കാനന തീർത്ഥം നുകർന്ന് താലപ്പൊലിയുടെയും തെയ്യക്കോലങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രകോവിലിലേക്ക് ഭക്തി നിർഭരമായ താലിവരവ് എഴുന്നള്ളിപ്പ് നടത്തി. തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന, അത്താഴപൂജ, സാംസ്കാരിക സദസ്സ്, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടത്തി. പൂരമഹോത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ ഷാജു MM, ഭാസ്കരൻ എടത്തോട്ടിൽ, രമേശ് MR തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചുഴൽമുടി മന്ദത്തമ്പുരട്ടി തന്നെ ഗന്ധമഴകാണേ കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർക്കൂന്തല ബ്രഹ്മാവേ കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് കൊതിച്ചാനല്ലോ കാർമുകിലിനെ വെല്ലുന്ന നല്ലൊരു കാർക്കൂന്തല ബ്രഹ്മാവേ ബ്രഹ്മാവേ ചങ്ങാതി കണ്ടങ്ങ് കൊതിച്ചും പോയി മരതക കാന്തി കലർന്ന നല്ല തിരുമേനിയ ബ്രഹ്മാവേ കിഴക്കും കൊല്ല ചങ്ങാതി കണ്ടങ്ങ് പറഞ്ഞാനല്ലോ. പുത്തൻചിറ ഗ്രാമപഞ്ചായത്തിലെ 150 ഏക്കർ നെൽകൃഷി ഉപ്പുവെള്ളം കേറി നശിച്ചു. ഇതിനെതിരെ കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചാലിക്കൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KN സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പരമേശ്വരൻ നമ്പൂതിരി, സോണി, പ്രവീൺ, ജോബി മങ്കിടിയാൻ, നോബിൾ, സുമേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൈതൃക തനിമയും കലാ സാംസ്കാരിക മഹിമയും സമന്വയിക്കുന്ന ഉത്രാളിക്കാവ് മഹോത്സവം ആഘോഷിക്കുന്നു. പൂരത്തെ വരവേൽക്കുവാൻ നാടും നഗരവും അണിഞ്ഞൊരുങ്ങി. ഏങ്കക്കാട്, കുമരനല്ലൂർ, വടക്കാഞ്ചേരി എന്നീ ദേശങ്ങളാണ് ഉത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഒരാഴ്ച മുമ്പ് തന്നെ അതാത് തട്ടകദേശങ്ങളിൽ ഉത്സവപ്രേമികളുടെ മനം കവരുന്ന കലാരാവുകളാണ് അരങ്ങേറിയത്. ബന്ധുമിത്രാദികൾ ഉൾപ്പെടെയുള്ളവർ പൂരം കൺകുളിർക്കെ കണ്ടാസ്വദിക്കുവാൻ എത്തിത്തുടങ്ങി. തൃശൂർ പൂരം, നെന്മാറ പൂരം തുടങ്ങി കിടപിടിക്കുവാൻ ഉതകുന്ന ഉത്സവമാണ് ഉത്രാളിക്കാവ് പൂരം. പഞ്ചവാദ്യമേള പെരുക്കങ്ങളും മാനത്ത് ഇന്ദ്രജാലം തീർക്കുന്ന വെടിക്കെട്ടും ആസ്വദിക്കുവാൻ ഉത്രാളിക്കാവ് പാടത്തേക്ക് പൂരപ്രേമികളുടെ പ്രവാഹമാകും. ആനച്ചമയ പ്രദർശനം കാണാനും കുടുംബസമേതമാണ് പൂരാസ്വാദകർ ഒഴുകിയെത്തിയത്. വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ ശിവക്ഷേത്ര പരിസരത്തും ഏങ്കക്കാട് ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തും കുമരനല്ലൂർ പൂരനിലാവ് അരങ്ങേറിയ മൈതാനത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏങ്കക്കാട് വിഭാഗം രാവിലെ 11:30 മുതൽ 1:45 വരെ ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പ്. ഉച്ചയ്ക്ക് 2 മുതൽ കുമരനല്ലൂർ ദേശം ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം തുടങ്ങും. ഉച്ചയ്ക്ക് 12-ന് വടക്കാഞ്ചേരി ദേശം ശിവവിഷ്ണു ക്ഷേത്രസന്നിധിയിൽ വൈക്കം ചന്ദ്രന്മാരാരുടെ നേതൃത്വത്തിൽ വിശ്വവിഖ്യാതമായ നടപ്പുര പഞ്ചവാദ്യം. തുടർന്ന് സായുധ പോലീസ് അകമ്പടിയോടെ രാജകീയ പ്രൗഢിയിൽ ഉത്രാളിക്കാവിലേക്ക് ഗജഘോഷയാത്ര. തലയെടുപ്പുള്ള ഗജവീരന്മാരെയാണ് ദേശങ്ങൾ അണിനിരത്തുന്നത്. വൈകിട്ട് 5:30-ന് നയന സൗകുമാരം പകരുന്ന കുടമാറ്റം. 6:30-ന് ചരിത്രപ്രസിദ്ധമായ ഭഗവതി പൂരം. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ്. രാത്രി 8-ന് കുമരനല്ലൂർ ദേശത്തിന്റെ വർണ്ണശബളമായ വെടിക്കെട്ടും. 26-ന് പുലർച്ചെ വടക്കാഞ്ചേരി ദേശത്തിന്റെ കരിമരുന്ന് പ്രയോഗവും ഉത്രാളിക്കാവ് പാടത്തരങ്ങേറും.
കൈപ്പാങ്ങൽ ഇസഹാക്ക് മകൻ KI പൗലോസ് നിര്യാതനായി. സംസ്കാരം നാളെ രാവിലെ 11:30 കരിപ്പാക്കുന്ന് IPC സെമിത്തേരിയിൽ. മക്കൾ ഐസക്, ജോയ്, ലീലാമ്മ, ബെന്നി. മരുമക്കൾ മേരി, ഉഷ, ആന്റണി, സീമ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ 100 മീറ്റർ റോഡ് നിർമ്മിച്ചതിന്റെ പിതൃത്വം അവകാശപ്പെട്ട് CPM-ഉം കോൺഗ്രസും ഫ്ലെക്സ് വെച്ച് മത്സരിക്കുന്നു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് VS പാർവതി, ഫാഷൻ ഷോ ജേതാവ് ആദിത്യ അഭിജിത്ത് എന്നിവരെ CMP ജനറൽ സെക്രട്ടറി CP ജോൺ ആദരിച്ചു. KFRAയിൽ നിന്നും വിരമിച്ച സീനിയർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ S ശങ്കറിനെ CPI കാളത്തോട് ബ്രാഞ്ച് ആദരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.